ഹലോ, നമസ്കാരം. ഡോക്ടർ രസ്ന ഹിയർ. ആഹ് ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഫീവർ വരുമ്പോൾ ഭയങ്കര ടെൻഷനും വറീസും ആണ് അല്ലേ? വേറൊന്നുമല്ല, ഇന്ന് സാധാരണ പനിയേക്കാൾ കൂടുതലായിട്ടും ഫ്ലൂവും അതുപോലെ RSV പോലുള്ള ഭയങ്കര മാരകമായ ശ്വാസകോശ വൈറസുകളെല്ലാം കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോ നമ്മളെ ബാധിച്ചിരിക്കുന്നത് ഒരു നോർമൽ ഫീവർ ആണോ? അതല്ല ഫ്ലൂവോ RSV പോലുള്ള കുറച്ചും കൂടി ഹൈ ആയിട്ടുള്ള ഫീവർ ആണോന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ള ടൈമാണ്. അപ്പോൾ ഫ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ കൂടുതലായിട്ടും ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ആയിട്ട് പോവാറുണ്ട്. അതായത് എബവ് ഒരു 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലോട്ടൊക്കെ ഫ്ലൂയിൽ കാണപ്പെടാറുണ്ട്. അത് ഇനീഷ്യൽ സ്റ്റേജിൽ. അതുകൂടാതെ അത് പെട്ടെന്ന് പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഭയങ്കരമായിട്ടുള്ള പെയിൻസ്, ബോഡി പെയിൻ, അതുപോലെ ഹെഡ് ഏക്ക്, പേഷ്യന്റിന് ഭയങ്കര അസഹനീയമായ വേദന എന്ന് തന്നെ നമുക്ക് അതിനെ പറയാം. കാരണം അത്രയും ഹൈ ലെവലിലുള്ള പെയിൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാം. അതുപോലെ ഭയങ്കര ടയേർഡ്നെസ്സും ഉണ്ടാവാറുണ്ട്. കൂടാതെ പേഷ്യന്റിന് കണ്ടിന്യൂസ് ആയിട്ട് ചുമയും മറ്റു ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറുണ്ട്. സെയിം തന്നെയാണ് RSVയിലും, അതായത് റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്. ഈ ഒരു കേസിലാണെങ്കിലും കൂടുതലായിട്ട് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുന്നത് കൊണ്ട് തുടർച്ചയായിട്ടുള്ള ശ്വാസകോശവും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ചുമ, തുമ്മല് ഒക്കെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കാണും. അതുപോലെ തന്നെ ഫ്ലൂവിന്റെ അത്ര ഹൈ അല്ലെങ്കിലും ഒരു മിതമായ സ്റ്റേജ് ഓഫ് ടെമ്പറേച്ചർ RSVയിലും കാണാം. പോലെ സെയിം ലൈക്ക് ഫ്ലൂ, ബോഡി പെയിനും കാര്യങ്ങളും ഉണ്ടാവാം. അപ്പം ഏറ്റവും കൂടുതലായിട്ട് ഫ്ലൂ അല്ലെങ്കിൽ ഈ RSV പോലുള്ള ഡിസീസസ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളിലും മുതിർന്നവരിലും ആണ് അല്ലെ? കാരണം കുട്ടികളിലത്തെ ഇമ്മ്യൂണി സിസ്റ്റം അധികം ഡെവലപ്പ് ആയിട്ടില്ല. അതുപോലെ തന്നെ മുതിർന്നവരിൽ ഓൾമോസ്റ്റ് ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവായിരിക്കും. അപ്പൊ പെട്ടെന്ന് ഇതുപോലുള്ള വൈറസുകൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആയിട്ടുള്ള ഏരിയാസിലാണ് പെട്ടെന്ന് എഫക്ട് ചെയ്യുക. അപ്പോൾ കൊച്ചുകുട്ടികളിലൊക്കെ ഈ ഒരു ഫ്ലൂ പോലുള്ള വൈറൽ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണും. ഒട്ടും വെയിറ്റ് ചെയ്യരുത്. അതായത് ഒരു ഹൈ ടെമ്പറേച്ചർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് പാരസെറ്റമോളോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കാം എന്നുള്ള ധാരണ ആദ്യം മാറ്റി വെക്കുക. നമ്മൾ എപ്പോഴാണോ ഫീൽ ചെയ്യുന്നത് അപ്പൊ തന്നെ നമ്മൾ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുക. അതുപോലെ കുട്ടികളിലൊക്കെ ഇത് നന്നായിട്ട് എഫക്ട് ചെയ്യും കേട്ടോ. കുട്ടികളുടെ പാല് കുടി കുറയ്ക്കും. അതുപോലെ തന്നെ കുട്ടികളുടെയൊക്കെ ആ ഒരു വീസിങ് സൗണ്ട് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റും. എസ്പെഷ്യലി RSVയിൽ ഭയങ്കര വീസിങ് സൗണ്ട് ആയിരിക്കും. പിന്നെ മുതിർന്നവരിലാണെങ്കിലും ഈ ഒരു ഫീവർ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അധികം വീട്ടിൽ വെച്ചുകൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറിന്റെ അടുത്ത് പോവുക. പിന്നെ നമ്മൾ അഡിക്വേറ്റ് ആയിട്ട് നന്നായിട്ട് ഫ്ലൂയിഡ് ഇൻടേക്ക് ചെയ്യുക. വെള്ളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഡീഹൈഡ്രേഷൻ വരാതിരിക്കാനും ഈ ഒരു സ്റ്റേജിൽ കുറച്ചും കൂടി നമ്മളെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് വെള്ളം. അപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കുക. പേഷ്യൻസിന് ചിലപ്പോൾ വെള്ളം കുടിക്കാനുള്ള ബുദ്ധിമുട്ടും മടിയൊക്കെ കാണിക്കും. പക്ഷെ നിർബന്ധിച്ചിട്ടാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാർക്കും വെള്ളം നന്നായിട്ട് കൊടുക്കുക. അപ്പോ ഫീവർ അല്ലെങ്കിൽ ഫ്ലൂ അല്ലെങ്കിൽ RSV പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് റെസ്റ്റ് ആണ്. നമ്മൾ ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇരുന്ന് നന്നായി റെസ്റ്റ് ചെയ്യുക. എന്ന് വെച്ചിട്ട് ഫുൾ ടൈം കിടന്ന് ഉറങ്ങണം എന്നല്ല. റെസ്റ്റ് വെച്ചാൽ നമ്മുടെ ബോഡിക്കും മൈൻഡിനും റെസ്റ്റ് കൊടുക്കുന്ന രീതിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം. അപ്പൊ ജോബിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ജോലിന്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് പ്രോപ്പർ റെസ്റ്റ് ചെയ്യുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളവും റെസ്റ്റും ആദ്യം തന്നെ ഉള്ളതാണ്. പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഹെവി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാതെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കഞ്ഞിയും അതുപോലെ സൂപ്പ് ഐറ്റംസ് ഇതൊക്കെ കൊടുക്കുന്നത് പേഷ്യന്റിന് കുറച്ചും കൂടെ ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ വിശപ്പ് കൂടാനും ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി പയറും കഞ്ഞിയൊക്കെ കോമ്പിനേഷൻ ആണെങ്കിൽ പയറിലൊക്കെ നല്ല പൊട്ടാസ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി പനി പിടിച്ചിരിക്കുന്ന ആ ഒരു ടയേർഡ്നെസ് മാറാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരിക്കലും ട്രീറ്റ്മെന്റ് ചെയ്യരുത്. എന്തായാലും മസ്റ്റ് ആയിട്ടും ഡോക്ടറെ കാണാം. ഒരു സാധാ പനി, ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇനീഷ്യൽ ചെറിയൊരു ബോഡി ടെമ്പറേച്ചർ, ഒരു കോൾഡ് ഒക്കെ ആണെങ്കിൽ ഓക്കെ ഫൈൻ. ഒരു 1 ഡേ ഒക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് കുറഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോവാം. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നല്ല ഹൈ ഫീവർ ഒക്കെ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ വീട്ടിൽ നിന്ന് ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു പെയിൻ കില്ലറോ ആന്റിബയോട്ടിക്കോ എടുത്ത് കഴിക്കാൻ നിൽക്കരുത്. ഡോക്ടറിന്റെ അഡ്വൈസ് തേടണം. കാരണം ഏത് വൈറസ് ആണ്, ഏത് വൈറൽ ഫീവർ ആണ് എഫക്ട് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് ഡോക്ടേഴ്സ് മെഡിസിൻ തരിക. കാരണം എല്ലാത്തിനും ഒരേ മെഡിസിൻ അല്ല കഴിക്കേണ്ടത്. അത് ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം പനിയൊക്കെ വരുമ്പോൾ എല്ലാവരും പാരസെറ്റമോൾ, ഡോളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആന്റിബയോട്ടിക് ഇത് വീട്ടിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ പനിയിലും പല ടൈപ്പ് ഓഫ് ഫീവേഴ്സ് ഉണ്ട്. വൈറൽ ഫീവർ, ബാക്ടീരിയ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്, നോർമൽ ഫീവർ. അപ്പോൾ എല്ലാത്തിന്റെയും ഓരോന്നിന്റെയും ലക്ഷണങ്ങളും സിംറ്റംസും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് മെഡിസിൻ തരിക. ഓക്കെ.
പിന്നെ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളിലൊക്കെ ആണെങ്കിൽ പാലുകുടി ഇതൊക്കെ കുറവായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നന്നായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എൽഡേഴ്സും അതുപോലെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, വേറെ എന്തെങ്കിലും അസുഖം ബാധിച്ചിരിക്കുന്ന ആൾക്കാരിലൊക്കെ ഫ്ലൂവിന്റെ വാക്സിൻ എടുക്കുന്നത് നന്നായിരിക്കും. അതിനെ പ്രതിരോധിക്കാനും ഫ്ലൂ വരാതിരിക്കാനൊക്കെ ഇയർലി ഫ്ലൂവിന്റെ വാക്സിൻ അവൈലബിൾ ആണ്. അപ്പൊ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ ആവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഡോക്ടറിന്റെ അഡ്വൈസ് തേടുക. പിന്നെ പ്രൊട്ടക്ഷൻ ആയിട്ട് എപ്പോഴും ഒരു മാസ്ക് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇൻ കേസ് നമുക്കൊരു ചുമയുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു ഫ്ലൂ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് അത് കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അതിനായിട്ട് നമുക്ക് സെൽഫായിട്ട് മാസ്ക് യൂസ് ചെയ്യാം. അതല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് മാസ്ക് പോലുള്ള പബ്ലിക്കിൽ പോകുമ്പോൾ മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് പോവാം. പിന്നെ എപ്പോഴും പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കുളിക്കുക, അതുപോലെ കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ടും സാനിറ്റൈസർ യൂസ് ചെയ്തും ക്ലീൻ ചെയ്യാം. നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴൊക്കെ അവെയർ ആയിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. അപ്പൊ അസുഖം വരുന്നത് മാക്സിമം പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്നും പെട്ടെന്ന് റിലീഫ് കിട്ടുക എന്നുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. നന്ദി.